അടർത്താലെ ഞങ്ങളുടെ കൃപ ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ അമ്പരാനെ ദാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേനിച്ചു. എത്ര നീളമാകാവിന്റെ സങ്കേതമായ നാളത്തെ കാലത്തുള്ള നിന്റെ സമൂഹത്തിൽ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കാതെ ആമേനിച്ചു. ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ പൊട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാക്കപ്പെട്ട മാറിയ ഔസേപ്പിതാവേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അച്ഛനാം യൗസേപ്പേ തുണയേകൂ ഞങ്ങൾക്ക് ഭവനം പണിയുവാൻ നിൻ മകന്. തച്ചനാം യൗസേപ്പേ തുണയേകൂ ഞങ്ങൾക്ക് ഭവനം പണിയുവാൻ നിൻ മകന്. കനകം വിളയിക്കാൻ മാനവശേഷിക്ക് ശക്തി പകരണേ നിൻ കനിവായി. കനകം വിളയിക്കാൻ മാനവശേഷിക്ക് ശക്തി പകരണേ നിൻ കനിവായി. തുണയേകിടാനായി കനിവായിടേണേ ആദനാം യൗസേപ്പിതാവേ. തുണയേകിടാനായി കനിവായിടേണേ ആദനാം യൗസേപ്പിതാവേ. തച്ചനാം യൗസേപ്പേ തുണയേകൂ ഞങ്ങൾക്ക് ഭവനം പണിയുവാൻ നിൻ മകന്. കരുണാർദ്രമാം നിൻ കടാക്ഷമുണ്ടാകണേ. കനിഞ്ഞു നൽകേണമേ വേണ്ടതെല്ലാം. കരുണാർദ്രമാം നിൻ കടാക്ഷമുണ്ടാകണേ. കനിഞ്ഞു നൽകേണമേ വേണ്ടതെല്ലാം. മൂല്യം വളർത്തണേ, ഓർമ്മയിൽ നിർത്തണേ, കാത്തുകൊള്ളേണമേ ഞങ്ങളെ നീ. മൂല്യം വളർത്തണേ, ഓർമ്മയിൽ നിർത്തണേ, കാത്തുകൊള്ളേണമേ ഞങ്ങളെ നീ. തുണയേകിടാനായി കനിവായിടേണേ ആദനാം യൗസേപ്പിതാവേ. തുണയേകിടാനായി കനിവായിടേണേ ആദനാം യൗസേപ്പിതാവേ. തച്ചനാം യൗസേപ്പേ തുണയേകൂ ഞങ്ങൾക്ക് ഭവനം പണിയുവാൻ നിൻ മകന്. കനവു കാണുന്നൊരു ദേവാലയം ഞങ്ങൾ പണിയുവാൻ വരമരുളിയിടണമേ. കനവു കാണുന്നൊരു ദേവാലയം ഞങ്ങൾ പണിയുവാൻ വരമരുളിയിടണമേ. വരദാനമായി തന്ന കഴിവുകളൊക്കെയും ശ്രമദാനമായി നൽകാം മുഴുവനായി. വരദാനമായി തന്ന കഴിവുകളൊക്കെയും ശ്രമദാനമായി നൽകാം മുഴുവനായി.
കനിവായിടേണേ നാഥനാം യൗസേപ്പ് പിതാവേ. തുണയേ കിടാനായി കനിവായിടേണേ നാഥനാം യൗസേപ്പ് പിതാവേ. തച്ചനാം യൗസേപ്പേ തുണയേകൂ ഞങ്ങൾക്ക് ഭവനം പണിയുവാൻ നിൻ മകന്. കനകം വിളയിക്കാൻ മാനവശേഷിക്ക് ശക്തി പകരണേ നിൻ കനിവായി. കനകം വിളയിക്കാൻ മാനവശേഷിക്ക് ശക്തി പകരണേ നിൻ കനിവായി. തുണയേ കിടാനായി കനിവായിടേണേ നാഥനാം യൗസേപ്പ് പിതാവേ. 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 പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട ജൂനിയർ പുനരുദ്ധരങ്ങളായ ബഹുമാനപ്പെട്ട ജിന്തച്ചനെയും പ്ലേറ്റോച്ചിനെയും ഈ ക്ലാസിനെയും ഹൃദയമായ പ്രസിദ്ധിയെയും ഈ ഇടവകയുടെ പേരിൽ സമൂഹത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും പ്രത്യേകമായി ഈ തിരുനാൾ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമ്മുടേതായ നിയോഗങ്ങളുണ്ട്, വ്യക്തിപരമായ നിയോഗങ്ങളുണ്ട്, ക്രിസ്ത്യൻ നിയോഗങ്ങളുണ്ട്. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തിലെയും നിയമമുണ്ട്. ഈ നിയമങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുനാൾ ആരംഭിക്കും. ഈ തിരുനാൾ കുറിക്കുവാനായിട്ട് ഉയർത്തുവാൻ പോകുന്ന പ്രധാനയും ആശീർവദിക്കണമേ കൊണ്ട് വ്യക്തി പ്രാർത്ഥിക്കാം. സുഹൃത്തിനായ ഞങ്ങളുടെ പിതാവേ, സ്നേഹിതാവായ ദൈവമേ, ഞങ്ങളുടെ ഈ വർഷത്തെ തിരുനാളിനെ പൂർണ്ണമായി അവരുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങേ തിരുക്കുമാരനെ പിതാവായ തിരുനാൾ സന്തോഷം കൊണ്ടാടുമ്പോൾ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും സമർപ്പിക്കുന്നു. പിതാവേ, അവിടുത്തെ തിരുവിഷ്ടം അറിയുവാനും തിരുവിഷ്ടം അനുസരിച്ച് ജീവിക്കുവാനും മാധ്യസ്ഥ നൽകി അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ ലഭിച്ച ഈ അവസരത്തോട് നന്ദി പറയുന്നു. ഈ തിരുനാൾ സാഘോഷിക്കൊണ്ടാകുവാനായിട്ട് ഞങ്ങളെ ഒരു അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ. വഴി അവിടുത്തെ കൃപാവരങ്ങളെ സമൃദ്ധമായി നൽകുമാറാകണമേ. നൽകുവാനായി കർത്താവേ, ഞങ്ങൾ ഉയർത്തുവാൻ പോകുന്ന ഈ പതാകയെ ആശീർവദിക്കണമേ. ഈ പതാക ഉയർത്തിലേക്ക് ഉയർത്തുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേപ്പകരെയും ഉയർത്തുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളെയും ഞങ്ങൾ ഉയർത്തുന്നു. തമ്പുരാനെ അങ്ങ് സ്വീകരിച്ച് ആശീർവദിക്കണമേ. ആമേൻ. യൗസേപ്പ് പിതാവേ പാലകനേ, അണ
പിതാവേ പാലകനെ, അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. യൗസേപ്പ് പിതാവേ പാലകനെ, അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. ഘോരമായ പീഡകളിൽ, ജീവനാശഭീതികളിൽ, ഘോരമായ പീഡകളിൽ, ജീവനാശഭീതികളിൽ യേശുനാഥനു കാവലായി കൂടെ നിന്നവനേ. യേശുനാഥനു കാവലായി കൂടെ നിന്നവനേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. യൗസേപ്പ് പിതാവേ പാലകനെ, അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. ക്ലേശമുണരും വീഥികളിൽ, ത്യാഗജീവിത വേദികളിൽ, ക്ലേശമുണരും വീഥികളിൽ, ത്യാഗജീവിത വേദികളിൽ, കന്യാമേരിക്കു കാവലായി കൂടെ നിന്നവനേ. കന്യാമേരിക്കു കാവലായി കൂടെ നിന്നവനേ. എന്റെ ജീവിത പാതകളിൽ കൂട്ടായി നീ വരണേ. എന്റെ ജീവിത ക്ലേശങ്ങളിൽ താങ്ങായി നീ വരണേ. യൗസേപ്പ് പിതാവേ പാലകനെ, അണയുന്നു നിൻ തിരുസവിധേ. യൗസേപ്പ് പിതാവേ പാലകനെ, അണയുന്നു നിൻ തിരുസവിധേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ. തുണയാകണേ തണലേകണേ നീതിമാനാകും പിതാവേ.
പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം അണയാം അനുദപിക്കാം അനുരഞ്ജിതരായി ബലിയേകാം ബലിയർപ്പിക്കാൻ വരുവിൻ അൾത്താരമുന്നിൽ പ്രിയജനമേ സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി പ്രിയജനമേ സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ സഹനം ചേർത്തിടാം ഈ പീലാസയിൽ സ്നേഹം പങ്കിടാം ഇന്നീ കാസയിൽ സഹനം ചേർത്തിടാം പെസഹാനാളിൽ കർത്താവേകിയ ലോകജനതയോട് തിന്മകളെ അതിജീവിക്കുവാൻ വിശുദ്ധ യോസേപ്പിനെ ആശ്രയിക്കുവാൻ നിർദ്ദേശിച്ചു. തിരുവോത്തുകളുടെ മിസ്റ്റിക് എന്നറിയപ്പെടുന്ന ദൈവദാസിയായ സിസ്റ്റർ മേരി മാർത്തയ്ക്ക് നൽകിയ ഒരു ദർശനത്തിൽ യേശു സിസ്റ്ററിനോട് ഇപ്രകാരം പറഞ്ഞു: നീ നിന്റെ പിതാവായ വിശുദ്ധ യോസേപ്പിനെ വിളിക്കുക, കാരണം ഞാൻ അവന് ഒരു പിതാവിന്റെ സ്ഥാനവും നന്മയും നൽകിയിരിക്കുന്നു. അതേ പ്രിയരെ, ഒരു പിതാവിന്റെ കരുതലും സ്നേഹവും സംരക്ഷണവും വിശുദ്ധ യോസേപ്പ് പിതാവ് തന്റെ മക്കൾക്കായി അനുദിനവും നൽകുന്നു. ആ ജീവിത മാതൃകയും കറയറ്റ വ്യക്തിത്വവും നമ്മെ തിരുസഭയെ ഉജ്ജ്വലിപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷി വഹിക്കുവാൻ ഉദ്ബോധിപ്പിക്കുന്നു. തിരുകുടുംബത്തിന്റെ നാഥനും തിരുസഭയുടെ സംരക്ഷകനും തൊഴിലാളികളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ സംരക്ഷണവും മധ്യസ്ഥവും അനുഗ്രഹങ്ങളും എന്നും നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും നൽകണമേ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്നേഹബലി അർപ്പണത്തിനായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയ ബഹുമാനപ്പെട്ട ഇടവക വികാരി രാജേഷ് മാർട്ടിനെയും തിരുനാളിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന വികാർ ജനറൽ റവറൻ മോൺസിഞ്ഞർ ഡോക്ടർ ബൈജു ജൂലിയൻ അച്ഛനെയും സഹകാർമ്മികൻ ലേറ്റോ സിൽവസർ അച്ഛനെയും വചന പ്രഘോഷണത്തിന് നിയുക്തനായിരിക്കുന്ന ജെറ്റ് ഫ്രാൻസിസ് അച്ഛനെയും എല്ലാ ഇടവക മക്കളെയും തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റ് സ്റ്റാലിൻ സെബാസ്റ്റ്യനും ജിൻസി സ്റ്റാലിനും കുടുംബാംഗങ്ങളും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും ഈശോയിലേറ്റവും പ്രിയപ്പെട്ട ഈ ഇടവകയുടെ വികാരിയായ രാജേഷ് മാർട്ടിനച്ചൻ, വചന പ്രഘോഷണം നടത്തുന്ന സ്നേഹം നിറഞ്ഞ ജിത് ഫ്രാൻസിസ് അച്ഛൻ, സഹകാർമ്മികരായ പ്രിയപ്പെട്ട വൈദിക സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, 2025 വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിഡന്റ് ശ്രീമാൻ സ്റ്റാലിൻ സെബാസ്റ്റ്യൻ, ശ്രീമതി ജിൻസി സ്റ്റാലിൻ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വടവിൽത്തോപ്പ് എന്ന ഈ പ്രദേശത്ത് ദൈവത്തിൻ്റെ കരുണയുടെ അടയാളമായിട്ടാണ് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ ഈ മനോഹരമായ ദേവാലയം
പണിതീർത്തത്. എന്നേക്കാൾ വളരെ നന്നായി ഇവിടെ ഈ ചാപ്പൽ രൂപപ്പെട്ടതും സാവകാശം വിശുദ്ധ മധ്യസ്ഥ ശക്തി വിളിച്ചോതുന്ന തിരുനാൾ ഏത് രീതിയിലാണ് വളർന്നു വന്നതെന്ന് നന്നായി അറിയുന്ന സഹോദരി സഹോദരന്മാരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം അനുഗ്രഹിച്ചതുകൊണ്ടാണ് ഇത്ര മനോഹരമായി ഈ തിരുനാൾ ഈ വർഷവും ഇവിടെ നടത്തുവാനായി നമുക്ക് സാധിക്കുന്നത്. രാമത്തിലൂടെ ഈ തിരുനാളിന്റെ പ്രസക്തി എന്താണെന്ന് നാം ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. നമുക്ക് കർത്താവിൽ സന്തോഷിച്ചുകൊണ്ട് ഈ തിരുനാളിന് ആരംഭം കുറിക്കാം. പ്രസിഡന്റ് കുടുംബത്തിന്റെയും പ്രത്യേക നിയോഗങ്ങളും വളരെത്തോപ്പ് എന്ന ഈ സ്ഥലത്തെ എല്ലാ വിശ്വാസികളുടെയും വിശുദ്ധ മാധ്യസ്ഥ ശക്തി വിശ്വസിക്കുന്ന നാനാജാതി മതസ്ഥരുടെയും എല്ലാവരെയും ഈ തിരുനാൾ ആരംഭ ബലിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഒരുക്കി ഈ ബലി യോഗ്യതയോടുകൂടി നമുക്ക് അറിയിക്കാം. നമ്മെ തന്നെ വിശദീകരിക്കുവാനായി നമ്മൾ ചൊല്ലുന്ന ദൈവത്തിന്റെ കരുണയെ ഓർത്ത് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈ തിരുനാൾ ആരംഭത്തില് പരസ്പരം ഈ തിരുനാളിലെ നന്മയും മംഗളങ്ങളും നമുക്ക് നേർന്നുകൊണ്ട് പ്രത്യേകമായ നിയോഗങ്ങളെ പ്രസിദ്ധി കുടുംബത്തിന്റെയും അതുപോലെ ഈ പ്രദേശത്തുള്ള ഈ ഇടവകളിലുള്ള എല്ലാ മക്കളുടെയും നിയോഗങ്ങൾ കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ വിധീകരമായ ഈ ബലി യോഗ്യതയോടുകൂടി നമുക്ക് പങ്കുചേർന്ന് ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. സഹോദരരെ, ഈ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിനെയാണ് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുവാനാകട്ടെ. Yeah.
സംരക്ഷണമായി ഭവിക്കുവാൻ അർഹരാക്കണമേ. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ അങ്ങേ തിരുസന്നിധിയിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തിലൂടെ എന്നും സമർപ്പിക്കപ്പെടുവാൻ കാരണമാക്കണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവേ, അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും പീഡിതനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിൽ നിന്നാകുന്ന അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർദ്ധിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകരുടെ വാക്ക് ഞങ്ങൾ ചെയ്തിട്ടില്ല. കർത്താവേ, നീതി അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറിച്ചു കളഞ്ഞ യൂദയായുടെയും ജെറുസലേമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായ ഇസ്രായേൽ ജനത്തിന്റെയും മുഖത്ത് ഇന്ന് കാണപ്പെടുന്നത് പോലെ ലജ്ജയാണ് നേടിയിരുന്നത്. കർത്താവെ, അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. അവിടുന്ന് തന്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്ക് നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല. കർത്താവിന്റെ വചനം. ഞങ്ങളുടെ പാപങ്ങൾക്കൊത്ത് അങ്ങ് ഞങ്ങളോട് വർത്തിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്കൊത്ത് അങ്ങ് ഞങ്ങളോട് വർത്തിക്കണമേ. ഞങ്ങളുടെ പോലെ
ഞങ്ങളുടെ പാപങ്ങൾക്കു